Hello all, welcome to Excel Learning app. So as you all know, നമ്മുടെ ജൂൺ സെക്ഷൻ എക്സാം അടുത്തിരിക്കുകയാണ്. So it's very important to analyze previous year question papers. പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ഓരോ ബ്ലോക്കിൽ നിന്നും എത്ര വെയിറ്റേജിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഓരോ ബ്ലോക്കിലെയും ഡിഫറെന്റ് യൂണിറ്റ്സിൽ നമ്മൾ കീ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട യൂണിറ്റ്സ് ഏതൊക്കെയാണ്, ടോപ്പിക്സ് ഏതൊക്കെയാണ്. സോ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ആസ് എ സ്റ്റുഡന്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇന്ന് എക്സൽ ലേണിംഗ് ആപ്പ് നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് എന്ന കോഴ്സിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഓരോ ബ്ലോക്കിലെയും കീ ടോപ്പിക്സ് ഏതൊക്കെയാണ്, കീ യൂണിറ്റ്സ് ഏതൊക്കെയാണ്, വെയിറ്റേജ് അനാലിസിസ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് വെയിറ്റേജ് അനാലിസിസ് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി ബ്ലോക്ക് ആണ്. ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ എക്കണോമിക്സിന്റെ ബേസിക് ആസ്പെക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് തമ്മിലുള്ള ഡിഫറൻസ്, എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഓഫ് ദ എക്കോണമി, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ദി എക്കോണമി, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, അതുപോലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അതിന്റെ ഷിഫ്റ്റ് എങ്ങനെയാണ്, എഫിഷ്യന്റ് പ്രൊഡക്ഷൻ എവിടെയൊക്കെയാണ് നടക്കുന്നത് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ആൻഡ് തേർഡ് യൂണിറ്റ് ഫോക്കസ് ഓൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ്. എന്താണ് ഡിമാൻഡ്, എന്താണ് സപ്ലൈ, ഡിമാൻഡിനെ ഷിഫ്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഡിമാൻഡും സപ്ലൈയും വെച്ച് നമ്മൾ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്, എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നമുക്ക് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് ഏകദേശം 20 to 25 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ഇതുവരെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇലസ്ട്രേറ്റ് എ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനൻസ്. ആസ് യു ഓൾ നോ, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സോ ഇലാസ്റ്റിസിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി റയർ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. സോ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ബ്ലോക്ക്, ദാറ്റ് ഈസ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ആസ് യു ഓൾ നോ, നമുക്ക് രണ്ട് യൂട്ടിലിറ്റി അനാലിസിസ് ആണല്ലേ ഉള്ളത്, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും. സോ എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റിക്കാർ പറയുന്നത്? അവർ പറയുന്നു യൂട്ടിലിറ്റി ഇസ് മെഷറബിൾ ഓർ യൂട്ടിലിറ്റി ഇസ് ക്വാണ്ടിഫയബിൾ. അതായത് യൂട്ടിലിറ്റിനെ നമുക്ക് യൂട്ടിൽസ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് പറയുന്നത്. പക്ഷേ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് പറയുന്നത് യൂട്ടിലിറ്റിനെ നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ റാങ്ക് ഓർ ഓർഡർ. നമ്മുടെ പ്രിഫറൻസസിനെ റാങ്ക് ചെയ്യാം അല്ലെങ്കിൽ ഓർഡർ ചെയ്യാം. ഇതാണ് ഓർഡിനൽ യൂട്ടിലിറ്റിക്കാർ പറയുന്നത്. സോ കാർഡിനൽ അപ്രോച്ചും ഓർഡിനൽ അപ്രോച്ചുമുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മുടെ സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ബ്ലോക്കിൽ നിന്നും സിമിലർ ആയിട്ട് നമുക്കൊരു 20 to 25 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഓക്കെ, ഡയഗ്രാം ഉപയോഗിച്ച് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ബ്ലോക്ക്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. സോ ഈ ഒരു ബ്ലോക്കിൽ 3 യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. പ്രൊഡക്ഷൻ വിത്ത് 1 വേരിയബിൾ ഇൻപുട്ട്, പ്രൊഡക്ഷൻ വിത്ത് 2 and more വേരിയബിൾ ആൻഡ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സോ ഒരു വേരിയബിൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രൊഡക്ഷൻ നടത്താം, അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അതുപോലെ 2 or more വേരിയബിൾസ്, അവിടെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്, ഐസോകോൺസ്. ഓക്കെ, നമ്മൾ ഇൻഡിഫറൻസ് കർവ് പറഞ്ഞിട്ടുണ്ട്. സോ ഇൻഡിഫറൻസ് കർവ് പോലെ വരുന്ന ഒരു സബ് ടോപ്പിക് ആണ് ഐസോകോൺസും റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, യൂണിറ്റ് 8 എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതായത് ഷോർട്ട് റൺ കോസ്റ്റ് ഏതൊക്കെയാണ്, ലോങ് റൺ കോസ്റ്റ് ഏതൊക്കെയാണ്, ഷോർട്ട് റൺ കോസ്റ്റും ലോങ് റൺ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കീ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് യൂണിറ്റ് 8 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഏകദേശം 25 to 30 മാർക്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 stages ഓഫ് പ്രൊഡക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യുക യൂസിങ് ആവറേജ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് കർവ്സ്. നമുക്കറിയാം 3 പ്രൊഡക്റ്റ് കർവ്സ് ആണ് നമുക്കുള്ളത്, ടോട്ടൽ പ്രൊഡക്റ്റ് കർവ്, ആവറേജ് പ്രൊഡക്റ്റ് കർവ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് കർവ്. സോ ഇതിന് 3 stages ഓഫ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു 3 stages ഓഫ് പ്രൊഡക്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ബ്ലോക്കിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ബ്ലോക്ക്, ദാറ്റ് ഈസ് ബ്ലോക്ക് ഫോർ മാർക്കറ്റ് സ്ട്രക്ചർ. സോ ഈ ഒരു ബ്ലോക്കിൽ 4 യൂണിറ്റ്സ് ആണ് മെയിൻലി വരുന്നത്.
നമുക്കറിയാം നമ്മുടെ എക്കോണമിയിൽ ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് അവൈലബിൾ ആണ്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒലിഗോപ്പൊളി. സോ ഈ ഓരോ മാർക്കറ്റ് സ്ട്രക്ചറും അതിന്റെ ഫീച്ചേഴ്സും ഓരോ യൂണിറ്റ്സ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനായിട്ട് ഉള്ളത്. സോ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ഏകദേശം 30 to 35 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ബ്ലോക്ക്. സോ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെയും മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷന്റെയും ലോങ് റൺ ഇക്വിലിബ്രിയത്തിന്റെ ഒരു കമ്പാരിസൺ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. സോ അവർ നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫാക്ടർ മാർക്കറ്റ് ആണ്. ഈ ഒരു ഫാക്ടർ മാർക്കറ്റിൽ നമുക്ക് 3 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫാക്ടർ മാർക്കറ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻ, ലേബർ മാർക്കറ്റ് ആൻഡ് ലാൻഡ് മാർക്കറ്റ്. സോ ഈ ഓരോ ടോപ്പിക്കിലും അതായത് വേജ് ഡിറ്റർമിനേഷൻ, ബാക്ക്വേർഡ് ബെൻഡിങ്, ലേബർ സപ്ലൈ കർവ്, റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്, ഇതെല്ലാം സ്ഥിരമായിട്ട് ഈ ഒരു യൂണിറ്റ്സിൽ നിന്ന് ചോദിച്ചു വന്നിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ഏകദേശം 15 to 20 മാർക്സ് ആണ് നമ്മൾ വെയിറ്റേജ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ബെൻഡിങ് ലേബർ സപ്ലൈ കർവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. നമുക്കറിയാമല്ലേ, സാധാരണ നമ്മുടെ ലേബർ സപ്ലൈ കർവ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ബട്ട് ചില സിറ്റുവേഷൻസിൽ നമ്മുടെ ലേബർ സപ്ലൈ കർവ് ഇസ് ബാക്ക്വേർഡ് ബെൻഡിങ്. വൈ, എന്തുകൊണ്ടാണ്? ഇതെല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എക്സലൻ ലേണിംഗ് ആപ്പ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സൂപ്പർ പാക്കേജ് ആയിട്ടാണ് വരുന്നത്. സോ നമ്മുടെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3000 rupees മുതലാണ്. സോ ഇതൊരു ആനുവൽ പാക്കേജ് ആണ്. ഈ ഒരു പാക്കേജിലൂടെ ഇഗ്നോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് റെക്കോർഡഡ് ക്ലാസ്സസ്, റിവിഷൻ സീരീസ്, സ്റ്റഡി മെറ്റീരിയൽസ്, അസൈൻമെന്റ് അസിസ്റ്റന്റ്, അക്കാഡമിക് അസിസ്റ്റന്റ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് ഇതെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഇതിനോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ആയ എക്സൽ, ടാലി, പവർ പോയിന്റ് ഇതെല്ലാം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ CMA പോലുള്ള പ്രൊഫഷണൽ കോഴ്സസും നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നതാണ്. ഓക്കെ, so let's move on to our next topic. Block 6, welfare, market failure and the role of government. സോ ഇവിടെ 2 യൂണിറ്റ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. എന്താണ് വെൽഫെയർ? അവിടെ അലോക്കേറ്റീവ് എഫിഷ്യൻസി. നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷന് അലോക്കേറ്റീവ് എഫിഷ്യൻസി ഉണ്ട്, പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഉണ്ട്. സോ എങ്ങനെയാണ് ഇത് വെച്ച് നമുക്ക് വെൽഫെയർ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്? അതുപോലെ തന്നെ നെക്സ്റ്റ് യൂണിറ്റ് മാർക്കറ്റ് ഫെയിലിയർ. ഓക്കെ, എന്താണ് മാർക്കറ്റ് ഫെയിലിയർ? അതായത് ഗുഡ്സിന്റെ അലോക്കേഷൻ എഫിഷ്യന്റ് ആയിട്ട് നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നമുക്ക് മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാവുന്നത്. സോ വാട്ട് ആർ ദ കോസസ് ഓഫ് മാർക്കറ്റ് ഫെയിലിയർ? നമുക്കറിയാലേ, സം ഓഫ് ദ കോസസ് എക്സ്റ്റേണാലിറ്റീസ്, then public goods, moral hazard, adverse selection, ഇതെല്ലാം ഡിഫറെന്റ് റീസൺസ് അല്ലെങ്കിൽ കോസസ് ഫോർ ദ മാർക്കറ്റ് ഫെയിലിയർ ആണ്. അതുപോലെ തന്നെ റോൾ ഓഫ് ദ സ്റ്റേറ്റ്, ഗവൺമെന്റിന്റെ എന്താണ് സ്റ്റേറ്റിന്റെ റോൾ, നമ്മൾ മാർക്കറ്റ് ഫെയിലിയർ ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ വേണ്ടി എന്ത് ആക്ഷൻസ് ആണ് ഗവൺമെന്റ് എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ഏകദേശം 15 to 20 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഓഫ് കോഴ്സ് എന്താണ്? മാർക്കറ്റ് ഫെയിലിയറിനെ കുറിച്ചിട്ടാണ്. സോ മാർക്കറ്റ് ഫെയിലിയർ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ എ റയർ സിറ്റുവേഷൻ. സോ നമ്മൾ എന്തായാലും മാർക്കറ്റ് ഫെയിലിയർ എന്താണ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? സോ നമ്മൾ നമ്മുടെ വെയിറ്റേജ് അനാലിസിസ് കണ്ടു. സോ നിങ്ങൾ ആദ്യമായിട്ട് ഇഗ്നോയിലെ എക്സാം എഴുതാൻ പോവാണ്. സോ യു ആർ ഓൾ കൺഫ്യൂസ്ഡ് അബൌട്ട് ദ എക്സാം പാറ്റേൺ. സോ നമുക്ക് നമ്മുടെ എക്സാം പാറ്റേൺ ഒന്ന് അനലൈസ് ചെയ്യാം. സോ നമുക്ക് അറിയാവുന്ന പോലെ ടോട്ടൽ 100 മാർക്സിനാണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്. ഈ ഒരു 100 മാർക്സ് നമ്മൾ 3 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 4 ക്വസ്റ്റ്യൻ യു ഹാവ് ടു ആൻസർ എനി 2. ആൻഡ് ഈ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് 20 മാർക്സ് ആണ് വരുന്നത്. സോ 2 into 20 ഈ 40 മാർക്സ് ആയിരിക്കും ഈ സെക്ഷന്റെ ടോട്ടൽ വരുന്നത്. സോ നമ്മുടെ സെക്ഷൻ ബി എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 6 ക്വസ്റ്റ്യൻ യു ഹാവ് ടു ആൻസർ എനി 4. And each question carries 12 marks. Okay, so 4 into 12, 48 marks ആയിരിക്കും ഈ ഒരു സെക്ഷന്റെ ടോട്ടൽ വരുന്നത്. നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ സി. ഈ ഒരു സെക്ഷനിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ആകെ ഉണ്ടാവുന്നത്. ആൻഡ് വി ഹാവ് ടു ആൻസർ ബോത്ത് ദ ക്വസ്റ്റ്യൻസ്. ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 6 മാർക്സ്. സോ 2 into 6, 12 മാർക്സ് ആണ് ഈ ഒരു സെക്ഷന്റെ ടോട്ടൽ വരുന്നത്. സോ ഇങ്ങനെ 100 മാർക്സിനായിരിക്കും നമ്മൾ എക്സാം എഴുതുന്നുണ്ടാവും.